നമസ്കാരം. ഇന്നത്തെ ഈയൊരു വിശകലനത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് സംസാരിക്കുന്നത് ശരിക്കും ദാവീദ് രാജാവിന്റെ ജീവിതത്തിലെ വേദനാജനകമായ ഒരധ്യായമാണ്. അദ്ദേഹത്തിന്റെ മകൻ അബ്ശാലോമിന്റെ ആ ഒരു ദുരന്തം. പക്ഷെ നമ്മളിത് നോക്കുന്നത് കുറച്ചുകൂടി നാഥാൻ പ്രവാചകന്റെ ഒരു കണ്ണിലൂടെയാണ്. അധികമാരും ശ്രദ്ധിക്കാത്തൊരു വശം. നമുക്കറിയാവുന്ന കാര്യമാണല്ലോ, ദാവീദിന്റെ ഭരണം അത് ഇസ്രയേലിന്റെ സുവർണകാലമെന്നൊക്കെയാണ് പറയുന്നത്. പക്ഷേ ഓർമ്മയില്ലേ ബത്ശേബയുടെ ആ സംഭവം? അതിനുശേഷം നാഥാൻ പ്രവാചകൻ തന്നെ ഒരു മുന്നറിയിപ്പ് കൊടുത്തിരുന്നു. അതെ, ഒരു ശാപം പോലെ അത് ദാവീദിന്റെ കുടുംബത്തില് ഒരു നിഴലായിട്ടുണ്ടായിരുന്നു. ശരിയാണ്. അപ്പോ ഈ കിരീടത്തിന്റെ ഭാരത്തിനൊപ്പം സ്വന്തം മക്കളുടെ കാര്യത്തിലുള്ള ദുഃഖം കൂടി അദ്ദേഹത്തിന് താങ്ങേണ്ടി വന്നു. എങ്ങനെയാണ് കാര്യങ്ങൾ ഇത്രയ്ക്ക് വഷളായത്? നമുക്കൊന്നുകൂടി ആഴത്തിലേക്ക് പോകാം. തുടക്കത്തിൽ ചിലപ്പോൾ അതൊരു ചെറിയ അസംതൃപ്തി മാത്രമായിരുന്നിരിക്കാം. ആളുകൾക്കിടയിൽ നല്ല സ്വാധീനമുള്ള ഒരാളായിരുന്നു. അതെ, വളരെ തന്ത്രപരമായിട്ട് അയാള് ജനങ്ങളുടെ മനസ്സ് ദാവീദിനെതിരെ തിരിച്ചു. ശരിയാണ്. നാഥാൻ പ്രവാചകൻ യോവാബുമായിട്ടൊക്കെ സംസാരിച്ച് ഇതൊന്ന് ഒതുക്കാൻ നോക്കിയിരുന്നു എന്ന് കേട്ടിട്ടുണ്ട്. ശ്രമങ്ങൾ നടന്നു. പക്ഷേ അപ്പോഴേക്കും കാര്യങ്ങൾ ഒരുപാട് മുന്നോട്ടു പോയിരുന്നു. ശരിയാണ്. അബ്ശാലോം ഹെബ്രോണിൽ പോയി സ്വയം രാജാവായിട്ടങ്ങ് പ്രഖ്യാപിച്ചു. അതെ, അത് ശ്രദ്ധിക്കേണ്ട കാര്യം, ഇതൊരു വെറും അച്ഛനും മകനും തമ്മിലുള്ള പ്രശ്നമല്ല. ഒരു രാജകുമാരൻ നിലവിലുള്ള രാജാവിനെതിരെ നടത്തുന്ന ഒരു രാഷ്ട്രീയ നീക്കം കൂടിയായിരുന്നു അത്. ശരിയാണ്. രാജ്യത്തിന്റെ ആ ഒരു കെട്ടുറപ്പിനെ തന്നെ അത് ബാധിച്ചു. തീർച്ചയായും. ദാവീദിന്റെ സേനാപതി യോവാബിന് ഇത് വലിയൊരു തലവേദനയായി. കാരണം അയാൾക്ക് രാജാവിനോട് കൂറുണ്ട്. അതേസമയം രാജ്യത്തിന്റെ സ്ഥിരതയും നോക്കണം. കർക്കശക്കാരനായിരുന്നു അയാൾ. പോകുന്നതിനു മുൻപ് ദാവീദ് യോവാബിനോട് ശരിക്കും ഒരു അച്ഛന്റെ സ്ഥാനത്ത് നിന്ന് കെഞ്ചി പറഞ്ഞു, എന്റെ മകനാണ്, ഒരു ചെറുപ്പക്കാരനാണ്. എന്റെ ഓർമ്മയ്ക്കു വേണ്ടി അവനോട് കുറച്ച് ദയ കാണിക്കണം. ഈ അപേക്ഷ കേട്ടപ്പോൾ തന്നെ നാഥാന്റെ ഉള്ളിലൊരു ഭയം കയറിയെന്നാ പറയുന്നത്. കാരണം പഴയ പ്രവചനം, അതെ, ആ ശാപം അതിപ്പോഴും അവിടെയുണ്ടല്ലോ എന്നൊരു തോന്നല്. തീർച്ചയായും. ഇവിടെ ഒരു വല്ലാത്തൊരു വൈരുദ്ധ്യമുണ്ട്. ഒരു വശത്ത് ഒരു അച്ഛന്റെ ആ ഒരു ഹൃദയം നുറുങ്ങുന്ന അപേക്ഷ, മറുവശത്ത് യുദ്ധത്തിന്റെ യാഥാർത്ഥ്യം, പിന്നെ യോവാബിന്റെ ആ ഒരു പ്രകൃതം. ശരിയാണ്. പിന്നെ ദൈവശിക്ഷയുടെ ആ ഒരു അന്തരീക്ഷവും. അപ്പോ യുദ്ധക്കളത്തില് ഈ പറയുന്ന ദയ, അതിനൊക്കെ സ്ഥാനമുണ്ടോ? അതൊരു ചോദ്യമാണ്. ദിവസങ്ങൾ കഴിഞ്ഞു. യുദ്ധം ജയിച്ചു എന്ന വാർത്തയുമായിട്ടൊരാൾ ഓടിവരുന്നു ദാവീദിന്റെ അടുത്തേക്ക്. വാർത്ത കേട്ടതും ദാവീദ് ആദ്യം ചോദിച്ചത്, എന്റെ മകൻ അബ്ശാലോം, അവന് സുഖമാണോ എന്നായിരുന്നു. ഒരു പ്രതീക്ഷയോടെ. അതെ. പക്ഷെ ആ വന്ന ദൂതന്റെ മൗനം, ആ മുഖഭാവം, അത് കണ്ടപ്പം തന്നെ രാജാവിന് കാര്യം മനസ്സിലായി. അദ്ദേഹം ആകെ തകർന്നുപോയി. എന്റെ മകനെ, അബ്ശാലോമെന്ന് പറഞ്ഞ് നിലവിളിച്ചു. നിനക്ക് പകരം ഞാൻ മരിച്ചിരുന്നെങ്കിൽ എന്നൊക്കെയാണ് അദ്ദേഹം കരഞ്ഞു പറഞ്ഞത്. ഭയങ്കരമായ ഒരു കാഴ്ചയാണത്. എന്നാൽ അവിടെ ഒരു കാര്യമുണ്ട്. രാജാവിന് അറിയിച്ച വാർത്ത അത് മുഴുവനായിരുന്നില്ല. അവിടെയാണ് ഈ നാഥാന്റെ ഇടപെടൽ, അല്ലെങ്കിൽ ആ ഒരു രഹസ്യം വരുന്നത്. പിന്നീട് യുദ്ധം കളത്തിൽ നിന്ന് വന്ന വേറൊരു പടയാളി അയാൾ നാഥാനോട് യഥാർത്ഥത്തിൽ സംഭവിച്ചത് എന്താണെന്ന് രഹസ്യമായിട്ട് പറഞ്ഞു. എന്തായിരുന്നു അത്? അതായത് അബ്ശാലോം ഒരു മരത്തിന്റെ കൊമ്പിൽ തലമുടി കുരുങ്ങിപ്പോയി തൂങ്ങിക്കിടക്കുകയായിരുന്നു. 3 കുന്തമെടുത്ത് അബ്ശലോമിന്റെ നെഞ്ചിലേക്ക് കുത്തിയിറക്കി. അയ്യോ. എന്നിട്ട് അവിടെ തന്നെ ഒരു കുഴിയുണ്ടാക്കി കല്ലുകളൊക്കെ കൂട്ടിയിട്ട് ഒരുതരം അപമാനിക്കുന്ന രീതിയിൽ മറവ് ചെയ്തു എന്നാണ് ആ പടയാളി പറഞ്ഞത്. അപ്പോ ഈ സത്യം, ഈ ക്രൂരമായ സത്യം, അത് ദാവീദിനെ അറിയിച്ചാൽ എന്താകും? അതാണ് നാഥാൻ ചിന്തിച്ചത്. യോവാബ് ആരാണ്? പ്രധാന സൈന്യാധിപനാണ്. അതെ. അവനെ ശിക്ഷിക്കാൻ പറ്റുമോ? ശിക്ഷിച്ചാൽ സൈന്യത്തിൽ വലിയ പ്രശ്നങ്ങളുണ്ടാകും. ഒരുപക്ഷെ വീണ്ടും ഒരു കലാപം. രാജ്യം കൂടുതൽ ദുർബലമാകും. ശത്രുക്കൾക്കത് മുതലെടുക്കാം. അതെ. അതുകൊണ്ട് ഒരുപക്ഷെ രാജ്യത്തിന്റെ ആ ഒരു സ്ഥിരത അത് ഓർത്ത് നാഥാൻ ആ പടയാളിയോട് പറഞ്ഞു, ഈ വിവരം ദാവീദ് അറിയണ്ട. ഇത് വലിയൊരു തീരുമാനമാണല്ലോ ഒരു പ്രവാചകന്റെ ഭാഗത്തുനിന്ന്. അതെ. ഒരു പ്രവാചകൻ സത്യം മറച്ചുവെക്കുക എന്ന് പറയുമ്പോൾ ധാർമ്മികമായിട്ടത് ശരിയാണോ എന്ന് ചോദ്യം വരാം. പക്ഷെ അന്നത്തെ ആ ഒരു രാഷ്ട്രീയ സാഹചര്യം ഒരുപക്ഷേ നാഥാൻ രാജ്യത്തിന് മുൻഗണന കൊടുത്തു. ശരിയാണ്. ഇവിടെ നമ്മൾ കാണുന്നത് ഒരു പ്രവാചകൻ എന്നതിനപ്പുറം ഒരു രാഷ്ട്രതന്ത്രജ്ഞൻ കൂടിയായി മാറുന്ന നാഥാനെയാണ്. ആ തീരുമാനമെടുക്കാൻ അദ്ദേഹത്തിന് വലിയ ഭാരമുണ്ടായിരുന്നിരിക്കണം. ഇതിനെ ആ വലിയ ചിത്രവുമായിട്ടൊന്ന് ബന്ധിപ്പിച്ചു നോക്കുമ്പോഴോ? അതെ, അത് പ്രധാനമാണ്. ഓർമ്മയില്ലേ, ദാവീദിന്റെ ആദ്യത്തെ കുഞ്ഞ് ബത്ശേബയിലുണ്ടായത്? അതും മരിച്ചുപോയല്ലോ. പാപത്തിന്റെ ഫലമായിട്ട്. അതെ. ഇപ്പോ ഇതാ
തന്റെ ഏറ്റവും പ്രിയപ്പെട്ട എന്നാൽ വഴിതെറ്റിപ്പോയ മകനും നഷ്ടപ്പെട്ടിരിക്കുന്നു. ആ ശാപം അല്ലെങ്കിൽ ആ പ്രവചനം അത് പൂർത്തിയാവുന്നത് പോലെ. ഒരു തരത്തിൽ അങ്ങനെ കാണാം. ദൈവികമായ ഇടപെടലുകൾ, മനുഷ്യരുടെ തീരുമാനങ്ങൾ, അതിന്റെയൊക്കെ ഭവിഷ്യത്തുകൾ എല്ലാം കൂടി കലർന്നു കിടക്കുകയാണ്. അപ്പോ എന്താണ് നമ്മൾ ഇതിൽ നിന്നൊക്കെ മനസ്സിലാക്കേണ്ടത്? ഒരു രാജാവിന്റെ ദുഃഖം, ഒരു അച്ഛന്റെ അടങ്ങാത്ത വേദന, അതോടൊപ്പം രാഷ്ട്രീയപരമായ കാരണങ്ങളാൽ മറച്ചുവെക്കപ്പെട്ട ഒരു സത്യം. പിന്നെ വ്യക്തിപരമായ തെറ്റുകൾക്ക് ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകാം എന്നതും. ശരിയാണ്. ഈ കഥ ഒരുപാട് കാര്യങ്ങൾ നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. സ്നേഹം, അധികാരം, നീതി, പ്രതികാരം, ദൈവഹിതം എല്ലാം ഇതിലുണ്ട്. പക്ഷേ എല്ലാറ്റിനും ഉപരിയായിട്ട് ഒരച്ഛന് മകനോടുള്ള ആ സ്നേഹം, ആ നഷ്ടത്തിന്റെ വേദന, അതാണ് മനസ്സിൽ തങ്ങി നിൽക്കുന്നത്. അതെ. അപ്പോ അബ്ശാലോമിന്റെ മരണത്തെക്കുറിച്ചുള്ള ഈയൊരു അധികം ചർച്ച ചെയ്യപ്പെടാത്ത മറച്ചുവെക്കപ്പെട്ട വിവരം ഇത് കേൾക്കുമ്പോൾ ഈ പഴയ കഥയെക്കുറിച്ചുള്ള നിങ്ങളുടെ ഒരു ധാരണ അതിലെന്തെങ്കിലും മാറ്റം വരുന്നുണ്ടോ? അതൊന്ന് ആലോചിക്കുന്നത് നന്നായിരിക്കും.